ഇത് അട്ടിമറിക്കുന്നതിനുള്ള എന്തോ ഒരു ഗൂഢ ഉദ്ദേശം അദ്ദേഹത്തിന്. പൊന്നാനിയിലെ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നിലവിലെ MLA തുരങ്കം വെക്കുന്നു എന്നുള്ള ആരോപണമാണ് CPM ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ മീഡിയയോടൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ MLA ഈ പദ്ധതിക്ക് തുരങ്കം വെക്കുന്നതെന്ന് ആരോപണം ഉന്നയിക്കുന്നത്? കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലയളവിൽ പൊന്നാനിയിൽ എന്ന് മാത്രമല്ല മലബാറിന്റെ ആകെ വികസനം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മാരിടൈം ഭൂമിയുടെ കീഴിലുള്ള ഏതാണ്ട് 29 ഏക്കർ ഭൂമി പൊന്നാനിയിലെ ആ 29 ഏക്കർ ഭൂമിയിൽ PPP മോഡലിൽ എല്ലാ ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള കമ്പനിയുമായിട്ടുള്ള ധാരണാപത്രവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് 2025 ആരംഭിച്ചിട്ടുള്ള നടപടികൾ 2026 ജനുവരിയോട് കൂടിയിട്ട് ആ ധാരണാപത്രവുമായിട്ട് ആ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയുണ്ടായി. കഴിഞ്ഞ മെയ് 18 തീയതിയാണ് ഈ കമ്പനിയുമായിട്ട് മാരിടൈം കരാർ എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നത്. പിന്നീട് ഇപ്പോൾ നിലവിലുള്ള ഗവൺമെന്റ് ആ PPP മോഡലുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് അവരുടെ നയപ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതിനെ തുടർന്ന് ഈ കമ്പനിക്ക് അവിടെ ഓഫീസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ വൈദ്യുതി, വെള്ളം തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയുണ്ടായി. ഈ പദ്ധതി പ്രകാരം പൊന്നാനിയിൽ ഏതാണ്ട് ആദ്യഘട്ടത്തിൽ 100ഓളം വരുന്ന ആളുകൾക്കും പിന്നീട് 2500ഓളം വരുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ 5000-ലധികം വരുന്ന ആളുകൾക്ക് പരോക്ഷമായിട്ടും തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത്. ഇത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാകെ നല്ലതുപോലെ സഹായകരമാകുന്ന ഒരു പദ്ധതി കൂടിയാണ്. ഈ പദ്ധതിയെയാണ് ഗവൺമെന്റിന്റെ കൂടി പ്രതിനിധിയായിട്ടുള്ള പൊന്നാനിയിലെ നിലവിലുള്ള MLA അത് ഇവിടെ നടപ്പിലാവില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അട്ടിമറിക്കും എന്നുള്ള പരസ്യ പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ നടപടി ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അതിനകത്ത് ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ആ പ്രഖ്യാപനത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഞങ്ങൾ ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ മുൻ MLA ആയിട്ടുള്ള നന്ദകുമാർ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ആ പ്രവർത്തനങ്ങളുമായിട്ട് ഈ കമ്പനി ഇവിടെ അതിന്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നല്ല രൂപത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. CPMന്റെ മുതിർന്ന നേതാവ് മുൻ പൊന്നാനി MLA കൂടിയായിട്ടുള്ള നന്ദകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഇതിനുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പം കമ്പനി 1.75% ലാഭവിഹിതം തരാമെന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ അധികം ലാഭവിഹിതം തരാൻ കഴിയുന്ന സംരംഭകർ നാട്ടിൽ തന്നെയുണ്ട്. സ്വകാര്യ ഒരു കമ്പനിക്ക് തുറമുഖത്തിന്റെ സ്ഥലം തീരെഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് എതിർക്കുന്നതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്ത് ബാലിശമായ വാദമാകുന്നത്. ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥാപനത്തിൽ അവിടെ വരുമ്പോൾ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പൂർത്തീകരിക്കുക എന്നതിനെ സംബന്ധിച്ച് പൊതുധാരണ നമുക്കുണ്ടാവേണ്ടത്. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കുന്നു. അത് വിളിച്ചതിന് ശേഷം അതിനകത്ത് പങ്കെടുക്കാൻ തയ്യാറുള്ളവർ തയ്യാറാണെന്ന് അറിയിക്കുന്നു. ഗവൺമെൻറ് അത് ആ സ്ഥാപനം വിളിച്ച് ടെൻഡർ നടപടി പങ്കെടുക്കുന്നു. ഇവിടെ ആദ്യം ടെൻഡർ നടപടി വിളിച്ചപ്പോൾ ഒരാൾ മാത്രമാണ് പങ്കെടുത്തത്. ഇപ്പോൾ വീണ്ടും വിളിക്കുന്നു ആ പ്രൊസീജിയർ കീപ്പ് ചെയ്യാൻ വേണ്ടി 2 പേര് പങ്കെടുക്കുന്നു. അവരൊക്കെ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. ആ നിർദ്ദേശങ്ങളാകെ പഠിച്ചുകൊണ്ട് സ്വാഭാവികമായും അതെല്ലാം വിശദീകരിച്ച് ചർച്ച നടത്തിയതിന് ശേഷം ടെൻഡർ നടപടി അംഗീകരിക്കുന്നു. ടെൻഡർ നടപടി അംഗീകരിച്ച ശേഷം ഇവർ ആ ടെൻഡർ നടപടി ഒപ്പുവെക്കുന്നു. ഈ ബന്ധപ്പെട്ട വകുപ്പുമായിട്ട് ഒപ്പുവെക്കുന്നു, അല്ലെങ്കിൽ അത് വിളിച്ച ആൾക്കാർ കൊണ്ട് ഒപ്പുവെക്കുന്നു. അതിനുശേഷം മറ്റ് പ്രൊസീജിയർ കീപ്പ് ചെയ്യുന്നു. അത് അങ്ങനെയാണ് ടെൻഡർ നടപടി ഉണ്ടാവുക. ഇദ്ദേഹം പറഞ്ഞ ആൾക്കാർ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ പറയുകയാണ് ഒരു PPP മോഡൽ ആദ്യമല്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് പ്രപ്പോസൽ PPP മോഡലാണ് പലതും വരാൻ പോകുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ച അസംബ്ലിയിൽ പ്രഖ്യാപനം അത് തന്നെയാണ് PPP മോഡലാണ്. അവിടെ ഒരു PPP ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ അതിനെക്കാട്ടി ഞാൻ എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ആരെങ്കിലും എടുത്തിട്ട് കൊടുത്ത ചരിത്രമുണ്ടോ? പിന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി സംബന്ധിച്ച് ഇദ്ദേഹത്തിന് അറിയോ? ഷിപ്പിംഗ് ഇൻഡസ്ട്രീസ് മറ്റ് ഗുജറാത്തിലുണ്ട്. അവിടത്തേക്ക് മാതൃക എന്താ? തമിഴ്നാട്ടിലിപ്പോൾ പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നു? ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ 2ാമത്തെ ഘട്ടം ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ അതിന് സ്ഥല സൗകര്യമില്ല, മറ്റ് സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേരളത്തിൽ നിന്ന് പോവുകയാണ്.
തൂത്തുക്കുടിക്ക് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. തൂത്തുക്കുടിക്ക് പോവുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കേന്ദ്ര ഗവൺമെൻറ് പ്രൊജക്റ്റ് പോലും ഇവിടുന്ന് പോവുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരു പ്രൊജക്റ്റിന് തയ്യാറായിട്ട് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം വരുന്നത്, ഇത്രയും തൊഴിലവസരം ഉണ്ടാക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് ഇപ്പോൾ ഈ ഷിപ്പ് യാർഡുകൾ നിർമ്മിക്കുക എന്നത്. ഈ കടലധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾ അതിന് ഭാഗമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത്തരം കൊടുത്തിട്ടുള്ളൊരു പദ്ധതി ഇപ്പോൾ പറയാണ് അത് അതിന് കൂടുതൽ ആൾക്കാർ എടുക്കാനുണ്ട്. എന്ത് ബാലിശയവാദം! അതൊക്കെ ഈ പദ്ധതി വരുന്ന അട്ടിമറിക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ മാത്രമല്ല, ഇത് ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അപശബ്ദങ്ങൾ ഇവിടെ കേട്ടതാണ്. നമുക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും വന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് അട്ടിമറിക്കുന്നതിനുള്ള എന്തോ ഒരു ഗൂഢ ഉദ്ദേശം അദ്ദേഹത്തിന്. ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും തെറ്റുകളുണ്ടെന്നാണ് അത് ഞാൻ പറയുന്നില്ല. അത് ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ പറയും. ഈ സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ MLA അത് ഞങ്ങളെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയല്ലോ, ഇതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢ ഉദ്ദേശം ഉണ്ടെന്ന്. ആ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക, അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്താണെന്ന് മനസ്സിലാക്കുക. ജില്ലയിൽ വരുന്നൊരു വികസനത്തെ തുറന്നു വയ്ക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഒന്നാണ് വികസനത്തെ തുരങ്കം വയ്ക്കുകയാണ്, രാജ്യത്തിൻ്റെ പുരോഗതി തുരങ്കം വയ്ക്കുകയാണ്, ഭാവി നമ്മൾ ചെറുപ്പക്കാരായ ആൾക്കാർ തൊഴിലവസരം ഇല്ലാതാക്കുകയാണ്. ഇതുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഇത് ഗവൺമെൻറ് മുന്നോട്ട് പോകണം. ഈ അഭിപ്രായം ഗവൺമെൻറ് ഇടുന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഗവൺമെൻറ് ഇടുന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. എൻ്റെ വിശ്വാസം ഗവൺമെൻറ് പദ്ധതി മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. ഏതായാലും അത് തന്നെയാണ് CPM-ഉം അതോടൊപ്പം തന്നെ മുൻ MLA കൂടെയായിട്ടുള്ള നന്ദകുമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഈ വികസനം അത് വികസനമായി കണ്ട് വരണം, പൊന്നാനിയിൽ ഈ കപ്പൽ നിർമ്മാണശാല വരണം എന്നുള്ള ആവശ്യം വെക്കുന്നു. അതേസമയം തന്നെ ചില ബാലിശമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോഴത്തെ MLA ഇതിനെതിരെ രംഗത്ത് വരുന്നത്. അത് ഈ വികസന പദ്ധതിയെ തുരങ്കം വെക്കാനാണ് എന്നുകൂടി CPM നേതാക്കൾ പറയുകയാണ്. മലപ്പുറത്ത് നിന്ന് അൻരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.